ഹായ് കൂട്ടുകാരെ, വിജിത്ത് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും മസനഗുഡി വഴി ഊട്ടിക്ക് പോയപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം വഴി ഒന്ന് ഊട്ടിക്ക് പോയതാണ്. നമ്മൾ ഊട്ടിപ്പട്ടണം ട്രെയിനിലാണ് ഊട്ടിക്ക് പോയത് കേട്ടോ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ ഒരുപാട് വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു ഈ ഊട്ടിപ്പട്ടണം ട്രെയിനിൽ കയറണമെന്നുള്ളത്. സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂവെങ്കിലും ഇതുവരെ ഞാൻ കയറിയിട്ടില്ലായിരുന്നു. അതിലേക്ക് കയറണമെന്ന് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് ഞാൻ സാധിച്ചു. അതിൽ പോവാണ്ട് എന്താ പറയണ, അതിൽ പോയ ഇത് പറയുകയാണെങ്കിൽ നല്ല രസമായിരുന്നു. മലയും കുന്നും ഒക്കെ കയറി വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ കൂടെയും പൈൽ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉള്ള ആ ഒരു യാത്ര അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് നമ്മൾ പോയി തന്നെ അറിയണം. അത്ര മനോഹരമായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ റീൽസൊക്കെ എടുത്തു, നമ്മളും എടുത്തു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ട്രെയിനിൽ പോണ ഒരു എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല. നമ്മൾ പോയി തന്നെ അറിയണം. പിന്നെ അതിൻ്റെ അകത്ത് കുറേ റീൽസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നിർത്തി തരും. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല നല്ല സ്ഥലങ്ങളാകുമ്പോൾ അവർ ട്രെയിനിൽ നിർത്തി തരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ എൻജിൻ ബാക്കിലാണ്. നമ്മളെ തള്ളിയാണ് എൻജിൻ കൊണ്ടുപോകുന്നത്. അതുപോലെ കണ്ടോ, നല്ല മലയും കുന്നും, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. നമ്മൾ ഊട്ടിയിലെപ്പോഴും ബസ്സിലും ഇതിലൊക്കെ പോകണേക്കാട്ടി ഇങ്ങനെ ഒന്ന് പോയി നോക്കണം. അപ്പോഴാണ് ആ യാത്രയുടെ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഇതിൽ 150 രൂപ എന്തോ ഉള്ളൂ ടിക്കറ്റ്. രാവിലെ 6 മണിക്ക് അവിടെ നിന്നാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. 50 ടിക്കറ്റ് മാത്രമേ ജനറൽ ടിക്കറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് പോകണം, എന്നാലേ നമുക്ക് ടിക്കറ്റ് കിട്ടും. 50 ടിക്കറ്റ് അവിടെ ജനറൽ ടിക്കറ്റ്. രാവിലെ 6 മണിക്ക് പോയാൽ കിട്ടും. 7:30ക്കാണ് ട്രെയിൻ എടുക്കുന്നത്. 5 മണിക്കൂർ വേണം നമുക്ക് ഊട്ടിയിലെത്താൻ. തിരിച്ചു വരുമ്പോൾ 3 മണിക്കൂർ. അങ്ങനെയാണ് ആ വെള്ളച്ചാട്ടം താഴോട്ട് ഇറങ്ങുന്ന ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു. ഇവിടെ വന്നിട്ടാണ് എൻജിൻ മാറുന്നത്. ഇനി ഇതുവരെ നമ്മൾ പതുക്കെ ആയിരിക്കും ആ ട്രെയിൻ വരുന്നത്. അങ്ങോട്ട് നല്ല സ്പീഡിലാണ് പോകുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിലൂടെയാണ്. അതിനിടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് റീൽസ് എടുത്ത് അതിനിടയിലൂടെയാണ് പോകുന്നത്. 5 മണിക്കൂറാണ് ഊട്ടിയിലെത്താൻ. ഞങ്ങളങ്ങനെ പൈമരത്തിൻ്റെ ഇടയിലൂടെ ഊട്ടിയിലെത്തി.